അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫയാ ഇഖ്വാനി ഫില്ലാ, കഴിഞ്ഞ ജനുവരിയിൽ ജുമാദൽ ആഖിറ 2-ാം തീയതി വഫാത്തായിട്ടുള്ള പ്രമുഖനായ കിബാറുകളിൽപ്പെട്ട ആലിമാണ്, പണ്ഡിതനായിരുന്നു സാലിഹുൽ ലുഹൈദാൻ റഹിമഹുല്ലാ. സാലിഹ് ഇബ്നു മുഹമ്മദ് അൽ ലുഹൈദാൻ റഹിമഹുല്ലാ അദ്ദേഹം പറയണം, ينبغي للواحد أن يعترف بفضل السلف وأنهم هم القدوة وأنهم هم الذين فهموا الإسلام حقا. ينبغي للواحد, ഒരാൾക്ക് അനിവാര്യമാണ്, അൻ യഅ്തരിഫ ബിഫദ്ലി സലഫ്, സലഫുകളുടെ മുൻഗാമികളുടെ ശ്രേഷ്ഠത, ഫദ്ൽ മനസ്സിലാക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും നിർബന്ധമായിട്ടുള്ള അനിവാര്യമായ കാര്യമാണ്. വഅന്നഹും ഹുമുൽ ഖുദുവ, തീർച്ചയായും അവരാകുന്നു യഥാർത്ഥത്തിലുള്ള മാതൃകകൾ. വഅന്നഹും ഹുമുല്ലദീന ഫഹിമുൽ ഇസ്ലാമ ഹഖ, അവരാകുന്നു ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയവർ. അവരാകുന്നു മാതൃകകൾ, അവരാണ് യഥാർത്ഥ മാതൃകകൾ, അവരാണ് ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയവർ. അവരെ സംബന്ധിച്ച് അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുക എന്നുള്ളത് ഓരോരുത്തർക്കും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് മഹാനായ സാലിഹ് അൽ ലുഹൈദാൻ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. സലഫുകൾ എന്ന് പറഞ്ഞാൽ സഹാബത്ത് മുതൽ, അവരാണ് ഏറ്റവും ഒന്നാമതായി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച സഹാബത്ത്, അതുപോലെ തന്നെ അവർക്ക് ശേഷം ജീവിച്ച അവരുടെ താബിഅകളായിട്ടുള്ള ആളുകൾ, താബിഅകളുടെ കൂടെ ജീവിച്ച അത്ബാഉ താബിഈൻ, അതുപോലെ തന്നെ അവരുടെ മാർഗം സ്വീകരിച്ച മറ്റുള്ള ആളുകൾ, ഈ മുൻഗാമികളായിട്ടുള്ള ആളുകളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കുക എന്നുള്ളതും, അവർ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള മാതൃകകൾ, അതുപോലെ തന്നെ അവരാകുന്നു ഇസ്ലാമിനെ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയ ആളുകളെന്ന് ഓരോരുത്തരും മനസ്സിലാക്കൽ അനിവാര്യമായ കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓരോ വിശ്വാസിയും അത് അറിഞ്ഞിരിക്കണം. കാരണം സലഫുകൾ എന്ന് പറഞ്ഞാൽ അവരാണ്, സഹാബത്താണ് ഈ സമൂഹത്തിൽ ഖൈറുന്നാസി ഖർനി, ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ലവർ അവരാണ്. സുമ്മല്ലദീന യലൂനവും, പിന്നീട് അവർക്ക് ശേഷം ജീവിച്ചവർ, സുമ്മല്ലദീന യലൂനവും, പിന്നെ അവർക്ക് ശേഷം ജീവിച്ചവർ. അതുകൊണ്ട് തന്നെ അവരെ പിന്തുടരുക എന്നുള്ളത്, അതിലാണ് ഖൈറുള്ളത്. വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ഷർറിൻ ഫിബിത്തിദാഇ മൻ ഖലഫ് എന്ന് പറയും. എല്ലാ ഖൈറും സലഫുകളെ, മുൻഗാമികളെ പിന്തുടരുന്നതിലാണ്. എല്ലാ ഷർറും പിൻഗാമികൾ ഉണ്ടാക്കിയ ബിദ്അത്തുകളെ അതിലാകുന്നു, ആ ബിദ്അത്തുകളിലാകുന്നു എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സലഫുകൾ, സഹാബത്ത്, അവർക്ക് ശേഷം ജീവിച്ച, അവരുടെ മാർഗത്തിൽ ജീവിച്ച ആളുകൾ, അവരുടെ ശ്രേഷ്ഠത മനസ്സിലാക്കണം. അവരാണ് നമ്മുടെ മാതൃകകൾ. അവരെന്തു ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് അവർ വിശ്വസിച്ചതുപോലെ, അവർ പ്രവർത്തിച്ചതുപോലെ, അവർ പെരുമാറിയതുപോലെ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.